ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ 18ാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ തന്നെ പല പ്രിയപ്പെട്ടവർക്കും ഉത്തരങ്ങൾ അയക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പല പ്രിയപ്പെട്ടവരും മിസ് കോൾ അടിക്കുകയും അവരുടെ നമ്പർ സേവ് ചെയ്യുകയും ചെയ്തതിനാൽ ആ ബുദ്ധിമുട്ട് പരിഹരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും അപ്രകാരം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, അതായത് ഉത്തരം അയക്കുമ്പോൾ ഒറ്റ ടിക്കിൽ മാത്രം കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു മിസ് കോൾ അടിക്കുക. നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം അയക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു: പുതിയ നിയമത്തിലെ 2 പുസ്തകങ്ങളുടെ അധ്യായങ്ങളുടെ എണ്ണം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെ അത്രയും ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സഭയോടാണ്? ഉത്തരം ഇതാണ്: സ്മുർണ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-10 വാക്യങ്ങൾ. 10 ദിവസമാണ് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 10 എന്ന നമ്പർ പല അധ്യായങ്ങളും 2 എണ്ണം വെച്ച് കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന അധ്യായം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും 1 യോഹന്നാൻ, 1 പത്രോസ്, അതുപോലെ തന്നെ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, ഇതൊക്കെ കൂട്ടുമ്പോൾ 10 എന്ന സംഖ്യ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം അയച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യവും ഒരു ഇൻഡയറക്റ്റ് ചോദ്യമാണ്, അതായത് ട്രിക്കി ചോദ്യമാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം, അതായത് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രം കാണുന്ന ഒരു വാക്കാണിത്. രണ്ടാമത്തെ ക്ലൂ ഇതാണ്: ഇംഗ്ലീഷിലെ ഒരക്കവും ഹിന്ദു വിവാഹത്തിന് ആവശ്യമായ ഒരിടവും ചേർന്ന് വരുന്ന ഒറ്റപ്പദമാണ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു വാക്കാണ് ഇത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലൂ: ഇംഗ്ലീഷിലെ ഒരക്കവും ഹിന്ദു വിവാഹത്തിനാവശ്യമായ ഒരിടവും ചേർന്ന് വരുന്ന ഒറ്റപ്പദമാണ് ഞാൻ. എങ്കിൽ ആ പദം ഏതാണ്? ഉത്തരങ്ങൾ വേഗം കമൻറ്റ് ചെയ്യുക. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മാത്രം ഉത്തരം അയക്കുവാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ഉത്തരം അയച്ച് ആരും തെറ്റുത്തരം അയക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവവചന പഠനമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് വചനം വായിച്ച് തന്നെ ഉത്തരം കണ്ടെത്തുക. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് നമ്മുടെ ചോദ്യവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ടാൽ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സമയം കിട്ടുന്നതുപോലെ റിപ്ലൈ തരും. ജോലിത്തിരക്കായതുകൊണ്ട് ചിലപ്പോൾ അല്പം താമസിച്ചെന്ന് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.